ഹലോ ഗായ്സ്, എല്ലാവർക്കും മമ്മൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. എന്നത്തെയും പോലെ ഞാനിതാ കട കഴിഞ്ഞ് വന്നു. ഡ്രസ്സൊന്നും മാറ്റിയില്ല ഗായ്സ്. ഞാൻ വന്നിട്ട് ഇതാ കുട്ടികൾ ജുഗ്രു ഇവിടെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മക്കുട്ടിയുണ്ട്, പിന്നെ ചെള്ളി ഇവിടെ ഇല്ല. അവൻ അവൻ്റെ മേമൻ്റെ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നതും ഡ്രസ്സ് മാറ്റിയില്ല, കാരണം ഞാനൊരു സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊന്നുമല്ല, ഞാനിത് കച്ചായ, അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ കഴിച്ച ആ ഒരു കച്ചായ എന്നൊക്കെ പറയും. ഇതിനെ എന്താ പറയാന്നറിയില്ല. ഇപ്പോൾ ഇത് ഗോതമ്പുണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഗോതമ്പൊന്നും അല്ല. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത് മൈദയാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഇതാണ് സ്പെഷ്യൽ സാധനം. ഇത് കൂമ്പ് എന്നാണ് ഞങ്ങൾ പറയുക, പാലക്കാട്ടുകാർ. ഇനിയിപ്പോൾ നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കണ്ടതും വിലയൊന്നും നോക്കിയില്ല, മേടിച്ചു ഗൈസ്. കാരണം ഇതൊക്കെ ഞാൻ എപ്പോഴോ കഴിച്ചൊരു ഫീലിംഗാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം. പക്ഷേ ഇന്ന് ഈ സംഭവം നമുക്ക് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇത് കുട്ടികളും കഴിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചതാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുറുക്കി പുഴുങ്ങാൻ വെക്കണം, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കച്ചായ എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് കച്ചായം അല്ല, അത് ഗോതമ്പുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് തോന്നുന്നു. പക്ഷെ അത് ഗോതമ്പും അല്ല, അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി അതിൽ മൈദയാണ്, ഫുള്ള് മൈദയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിച്ച് വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയി ചോറും കറിയൊക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ ചോറ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ ചോറ് വെക്കണം. പിന്നെ രാവിലത്തെ ഉരുളക്കിഴങ്ങ് വറുത്തതിൻ്റെയും അതും ഇല്ല, കറി മാത്രമേ കുറച്ചുള്ളൂ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കുക്കറൊക്കെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് പുഴുങ്ങണം, ഈ കൂമ്പ്. അപ്പം ഞാനത് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടണ്ട. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് പുഴുക്കുക, അത്രയേ ഉള്ളൂ. ഞാനൊരു 5-6 വിസിലൊക്കെ വെച്ചു, കാരണം എൻ്റെ കുക്കറിൻ്റെ പ്രഷർ അത്ര പോരാ, അതുകൊണ്ട് എനിക്ക് 6 വിസിലൊക്കെ വേണ്ടി വന്നു. പിന്നെ നമ്മളുടെ പാലും വെച്ചിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെക്കും, കാരണം രാവിലേക്ക് ഇല്ലെങ്കിൽ കേടുവരും. അപ്പോൾ അതുകൊണ്ട് സിമ്മാക്കിയിട്ട് അതിനെ കുറേ നേരം തിളപ്പിച്ചതിന് ശേഷം ഞാൻ മാറ്റി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഈ കൂമ്പ് ഇത് വെന്തിട്ട് വേണം നമുക്കൊന്ന് കഴിക്കാൻ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്നും നോക്കിയില്ല ഗൈസ്, ഞാനത് മേടിച്ചു. കാരണം ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചൊരു ഓർമ്മയാണ് എനിക്ക്. പിന്നെ അതിനുശേഷം നമ്മളത് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാലും കമ്മിയാക്കി വെച്ച് ഞാൻ വേഗം റെഡിയാവാൻ വേണ്ടി പോയി. കാരണം എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം. ഞാൻ കുറച്ച് ദോശയ്ക്കൊക്കെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് അരയ്ക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റെഡിയായിട്ട് വന്നപ്പോൾ ഞാൻ കഴിച്ച് വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ജുഗ്രു വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അവനും സാധനം ഇഷ്ടപ്പെട്ടു, അമ്മൂനും ഇഷ്ടപ്പെട്ടു, ചെള്ളിക്കുട്ടിക്കും ഇഷ്ടപ്പെട്ടു, 3 ആളും കഴിച്ചു. പിന്നെ ഞാനിതാ ഗ്രൈൻഡറൊക്കെ കഴുകി സെറ്റാക്കി. നമ്മളുടെ ഉഴുന്ന് ഞാൻ ഇപ്രാവശ്യം സപ്ലൈകോയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ ഇതുവരെ ഇങ്ങനെ മേടിച്ചിട്ടില്ല, ഇപ്രാവശ്യം മേടിച്ചു. ഈ കഴി തന്നെ വേണ്ടേ, നന്നായിട്ടേ ഇല്ല ഗൈസ്. ഉഴുന്നൊക്കെ വളരെ മോശം. കാരണം ഉഴുന്ന് നമ്മൾ അരി വെള്ളത്തിലിട്ടാൽ ആട്ടിയാൽ ഉഴുന്നൊക്കെ സാധാരണ ഇങ്ങനെ മറ്റേ ഉഴുന്നൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് നന്നായി ഇങ്ങനെ പൊന്തി വരിക ചെയ്യാം. ഇത് കളറും ഇല്ല, ഉഴുന്ന് വസ്തുവിനാകാം. സപ്ലൈകോക്കാർ നമ്മളെ അതിലും പറ്റിച്ചു. എന്താ ചെയ്യുക, അവിടുത്തെ കടലയും നന്നല്ല, കടല അങ്ങനെയുള്ള ഐറ്റംസ് നന്നല്ല, ഈ ഉഴുന്നും നന്നല്ല, അതെനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ കുറച്ച് ചോറിട്ടു, കാരണം ഈ ഉഴുന്നിൽ കൂടെ കുറച്ച് ചോറിട്ട് ഇങ്ങനെ അരയ്ക്കുമ്പോൾ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറിട്ടു, എന്നിട്ട് ഈ ഉഴുന്നും ഇട്ടു. ഉഴുന്നിൽ കൂടെ തന്നെ ഉലുവയും ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ദോശയ്ക്കാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉലുവ ഇട്ടു. പിന്നെ ചോറ് ഇട്ടു, കാരണം ഉഴുന്ന് സെറ്റായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ദോശ ഒരു രസമില്ല, ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും ഉഴുന്ന് കഴിയണവരെ നമുക്കതല്ലേ പറ്റൂ, വേറെ മേടിക്കണ്ട എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനത്
അത് അരി വെള്ളത്തിലിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് ഒരു നാഴി റൈസ്, കുറച്ച് ചോറ് തികയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞി പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു നാഴി അരി എടുത്തു. അപ്പോൾ എനിക്ക് കഞ്ഞി ഉണ്ടാക്കിയാൽ മതിയല്ലോ. സെയിം കുക്കറിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ കൂമ്പ് വെന്ത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വേറൊരു പ്ലേറ്റിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, ഞാനും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ വേറൊരു പ്ലേറ്റിലാക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് കുട്ടികൾക്ക് കൊടുക്കാം. അവരെന്താ പറയുന്നത് നോക്കാമല്ലോ. കാരണം അമ്മു കുഞ്ഞതായിരിക്കുമ്പോൾ എപ്പോഴും ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ ചുക്കുറും ചെള്ളിയൊന്നും ഇത് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ ഇതിൻ്റെയൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞതായിരിക്കുമ്പോൾ കുറേ കഴിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ മുത്തിയമ്മ എന്ന് പറയും. മുത്തിയമ്മ പറഞ്ഞാൽ പാലക്കാടുകാർക്ക് അറിയാലോ, അച്ഛൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ മുത്തിയമ്മ ഇത് ഉണ്ടാക്കും, മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ സംഭവം ഇഷ്ടം പോലെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇന്നാണ് ഇത് കിട്ടാൻ പ്രയാസം. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടി ചെള്ളിക്കുട്ടി ഓരോ ചെയ്ത ഇത് എന്നോട് വന്ന് പറയാണ്. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് അത് കഴിച്ചു നോക്ക് പറയണം. അപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, കാരണം അവൾ എപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൾ എടുത്തിട്ട് അതും കൊണ്ട് അങ്ങനെ പോവാണ്, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നമുക്ക് കുറച്ച് ചോറ് വേണം, അപ്പോൾ ചോറ് തികയില്ല രാത്രി എല്ലാവർക്കും. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു. ബാക്കി ഈ കൂമ്പും കൊണ്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് പോയി. ഇനി അവർക്ക് കൊടുത്തിട്ട് അവർ കഴിക്കണതും അവർ ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ, നമ്മളുടെ മീൻ കറി വെച്ച ചട്ടിയില്ലേ, അതിൽ കുറച്ച് ചോറെടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒരു പ്ലേറ്റിലാക്കി അമ്മുക്കുട്ടിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അമ്മുക്കുട്ടി ടേസ്റ്റ് ചെയ്ത് ചെള്ളിക്കും ചുക്കുറൊന്നും ഒക്കെ കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഇനി ഞാൻ പോയിട്ട് അരി ആട്ടാൻ വെച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി, പിന്നെ ചോറൊക്കെ എടുത്ത് ഒന്ന്
റെഡിയാക്കി ഞങ്ങൾ കഴിക്കും. അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.